നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കപ്പെടുത്ത് UDF 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടും ശക്തമായ മത്സരം കാഴ്ചവെക്കാനായി എന്നതിനപ്പുറം നേട്ടമുണ്ടാക്കാൻ LDFനായില്ല. പിണറായിസത്തിനും സതീശനിസത്തിനുമെതിരെ യുദ്ധം നയിച്ച PV അൻവർ സ്വന്തം നിലയിൽ 19,760 വോട്ടുകൾ നേടി ശക്തി തെളിയിച്ചു. 8,648 വോട്ട് മാത്രം നേടിയ NDA സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പടുവാതിക്കലെത്തി നിൽക്കെ നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലം നൽകുന്ന സൂചനയെന്താണ്? സർക്കാരിനെതിരായ വിലയിരുത്തലാണോ നിലമ്പൂരിലുണ്ടായത്? തുടർ ഭരണ സാധ്യത മങ്ങുന്നു. നിലമ്പൂർ കണ്ടത് ഭരണവിരുദ്ധ വികാരമോ? പരിശോധിക്കാം. സ്വാഗതം. എനിക്കൊപ്പം ചർച്ചയിൽ ശ്രീ A. സമ്പത്ത് CPMനെ പ്രതിനിധീകരിച്ച്, വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് പ്രതിനിധി, ശ്രീ VS മനോജ് കുമാർ TMC പ്രതിനിധി, ശ്രീ നോബിൾ മാത്യു BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ A. സമ്പത്ത്, മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനൽ എന്ന വിശേഷണത്തോടുകൂടി എല്ലാവരും ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് നടത്തിയ 23 ദിവസം നീണ്ട പ്രചരണം കേരളം ആകെ കണ്ടതാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തോൽവി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ആ തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ്? ഞാൻ ആദ്യമായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരള നിയമസഭയിലേക്ക് കടന്നു വരുന്ന ശ്രീ ആര്യാടൻ ഷൌക്കത്തിനെ, ബഹുമാനപ്പെട്ട MLA, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചാലും തോറ്റാലും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച സഖാവ് സ്വരാജിനെ അഭിനന്ദിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിച്ച, സമാധാനപരമായി ആ പോളിംഗ് നടത്തി തീർത്ത് വോട്ടെണ്ണൽ വരെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങനെ പ്രവർത്തിച്ചതായ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും, ഞാൻ നേതാക്കളെ മാത്രമൊന്നുമല്ല, അഹോരാത്രം അങ്ങനെ പ്രവർത്തിച്ച രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും, ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിനായി എത്രയോ ആഴ്ചകൾ അവിടെ ഈ എല്ലാ പ്രതികൂല കാലാവസ്ഥയിലും അത്തരത്തിൽ അത് വെല്ലുവിളിയായി തന്നെ കണ്ടുകൊണ്ട്, എന്നാൽ അത് നമ്മുടെ മാധ്യമപ്രവർത്തകർ ആ ചുമതല നിർവഹിച്ച അവരെയും ഈ പോളിംഗ് ഉദ്യോഗസ്ഥരെയും, പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പുകൾ വരും പോകും, വിജയങ്ങൾ പരാജയങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. ഞങ്ങൾ വിജയിച്ചില്ല എന്നുള്ളത് സത്യമാണ് എന്നുള്ള കാര്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ, ജനവിധിയെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, ആ ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും, നമ്മളിപ്പോൾ ഫസ്റ്റ് പാസ് ദ പോസ്റ്റാണ് നമ്മുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കാറുള്ളത്. പൊതു തെരഞ്ഞെടുപ്പായാലും ഉപതെരഞ്ഞെടുപ്പായിരുന്നാലും അവിടെ ഈ മറ്റു വോട്ടുകളെല്ലാം ഇങ്ങനെ കാറ്റത്ത് പറന്നു പോകുന്നത് പോലെയാണ്. നമുക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയൊന്നും നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിൽ പോലും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ LDFന് ഒന്ന്, ഞങ്ങൾ വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. ഫിഡൽ കാസ്ട്രോയോട് എർണസ്റ്റോ ചെഗുവേര ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഫിഡൽ, നമ്മൾ ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഫിഡൽ കാസ്ട്രോയുടെ മറുപടി, എർണസ്റ്റോ, നമ്മൾ പോരാട്ടം തുടരും. ശരി, നമ്മൾ ഈ പോരാട്ടത്തിൽ വിജയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും കരുത്തോടു കൂടി തന്നെ പോരാട്ടം തുടരും. ഈ പോരാട്ടം തുടരുക തന്നെയാണ്. എന്തിനാണ്? ഇത് വർഗീയവാദത്തിനെതിരായി, വിഘടനവാദത്തിനെതിരായി, നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പല വൈതാളിക ശക്തികൾക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൈക്കൊള്ളണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിശിഷ്യ സഖാവ് സ്വരാജ് അത് ഉയർത്തിപ്പിടിച്ചു. ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്താൻ ആഗ്രഹിച്ചതാണ്, ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് 3 തവണ വിജയിക്കുകയും സമ്പത്ത്, വർഗീയ ശക്തികളുടെ വോട്ട് നേടി UDF ജയിച്ചു എന്നതാണോ താങ്കളുടെ കൺക്ലൂഷൻ?
ഞാൻ ആ കൺക്ലൂഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് പറഞ്ഞു. എൻ്റെ കൺക്ലൂഷൻ എന്നുള്ളതിലേക്ക് എടുക്കണ്ട. അതിപ്പോൾ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിലും അതിനുശേഷം സഖാവ് ടി.പി. നമുക്ക് ഒരു മണിക്കൂർ തികച്ചു കിട്ടില്ല. 50 മിനിറ്റ് മാത്രമാണ് സമയം കിട്ടുക. നമുക്ക് 4 അതിഥികളുണ്ട്. അപ്പോൾ എല്ലാവരിലേക്കും പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് തന്നെ ചോദിക്കുന്നത്, വർഗീയ വോട്ടുകളാണ് UDF-നെ ജയിപ്പിച്ചത് എന്നതാണോ താങ്കളുടെ? അവർ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. എന്നിട്ട് ഞങ്ങൾ വർഗീയവാദികളുടെ വോട്ട് തേടിയിട്ടില്ല. അവർ തേടിയിട്ടുണ്ട് എങ്കിൽ അവർ അത്തരം കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കട്ടെ. ഞങ്ങൾ വർഗീയവാദികളുടെ വോട്ട് തേടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു സ്ഥാനാർത്ഥി പരസ്യമായി പറയുകയാണ്, ഞാൻ ജയിച്ചാലും തോറ്റാലും ഞാൻ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടാവും, വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുക. സാധാരണ ഒരു സ്ഥാനാർത്ഥി പറയുക എന്താണ്? എല്ലാവരുടെയും വോട്ട് വേണം, എന്നെ വിജയിപ്പിക്കണമെന്നാണ്. സ്വരാജ് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രീ ആര്യടൻ ഷൗക്കത്തിനെ അഭിനന്ദിച്ചപ്പോൾ തന്നെ തുടർച്ചയായി ഞാനിവിടെ സഖാവ് സ്വരാജിനെയും അഭിനന്ദിക്കാൻ ഇടയായത്. ഞങ്ങൾ വർഗീയവാദികളുടെ വോട്ട് തേടിയിട്ടില്ല. വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതിനുമപ്പുറം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി സർക്കാരിന്റെ നേട്ടങ്ങൾ എന്ത് എന്നത് ജനങ്ങളോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങളിലൊക്കെ വലിയ ജനപിന്തുണയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി 2 തവണയായി 6 ദിവസത്തോളം അവിടെ തമ്പടിച്ചിരുന്നു. മന്ത്രിമാർ അതുപോലെ ക്യാമ്പ് ചെയ്ത് ഓരോ മന്ത്രിമാരും എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തത് എന്നത് പറഞ്ഞു. വികസനം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും എന്താണ് സർക്കാർ ചെയ്തത് എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ സമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെലവഴിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം നടന്ന തെരഞ്ഞെടുപ്പ്, അത്രയും പ്രാധാന്യത്തോടു കൂടി കണ്ട തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിടുമ്പോൾ അത് സർക്കാർ വിരുദ്ധ വികാരമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത് എന്ന ഒരു ബോധ്യത്തിലേക്കാണോ എത്തുന്നത്? രേണുക, ആ ചോദ്യം ഉന്നയിച്ചത് നന്നായി. എങ്കിലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അതായത് സഖാവ് കുഞ്ഞാലി അവിടെ ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതല്ലാതെ പിന്നീട് ഒരിക്കലും ഞങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ആ ചിഹ്നത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടില്ല. ഞങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന, ഞങ്ങൾ 1980 അന്ന് നിയമസഭാംഗം പോലും അല്ലാതിരുന്ന, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസ് ആന്റണി ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന ശ്രീ ആര്യടൻ മുഹമ്മദിനെ കോൺഗ്രസ് മന്ത്രിയാക്കിയപ്പോൾ അന്ന് CPIM-ൻ്റെ അടക്കം പിന്തുണയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. ഹരിദാസ് അന്ന് രാജിവെച്ചു. പിന്നീട് അദ്ദേഹം രാജ്യസഭയിലേക്കാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അവിടെ ആര്യടൻ മുഹമ്മദ് സാർ വിജയിച്ചു. നിലമ്പൂരിൻ്റെ ഒരു പര്യായം പോലെ കോൺഗ്രസ്സുകാർ അങ്ങനെ പറഞ്ഞിരുന്നതായ ആര്യടൻ മുഹമ്മദ് സാറിന്, ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ തന്നെ സാറെന്ന് വിളിക്കാൻ കാരണം എൻ്റെ പിതാവിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. രാഷ്ട്രീയമായ എതിർചേരികളിലൊക്കെ ആയപ്പോൾ പോലും അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോഴും ഇപ്പോൾ LDF-ൻ്റെ ഒരു സ്വതന്ത്രൻ അവിടെ മത്സരിച്ച് വിജയിക്കുമ്പോൾ 2016, അപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ശ്രീ അൻവറിൻ്റെ തന്നെ മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനവും ബന്ധുബലവും എല്ലാം ഒപ്പം LDF-ൻ്റെ വോട്ടും കൂടി ചേർന്നാണ് വിജയിക്കുന്നത്. അത് കഴിഞ്ഞ് ആര്യടൻ മുഹമ്മദ് സാറിനെ പരാജയപ്പെടുത്തി അദ്ദേഹം വിജയിക്കുമ്പോൾ ഉണ്ടായിരുന്നത്, അപ്പം ഞങ്ങൾ വിജയിച്ചപ്പോഴൊന്നും ഇന്ന് തോറ്റ സ്വരാജിന് കിട്ടിയ വോട്ട് കിട്ടിയിട്ടില്ല. 60,000 വോട്ട് തികച്ചു പോലും ഞങ്ങൾ ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ 66,000 വോട്ട് ലഭിക്കുകയാണ്. ഈ 66,000 വോട്ട് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരിൻ്റെയും കാലത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിയതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് എണ്ണി നിരത്തി ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. എല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. ഞങ്ങളിനി എല്ലാ വികസന പ്രവർത്തനങ്ങളെ പറ്റിയും പറഞ്ഞാലും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും അങ്ങനെയൊന്നും അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് LDF-ന് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതും സത്യമാണല്ലോ. നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയും. ഇപ്പോൾ വോട്ടെണ്ണി വന്നപ്പോൾ ആദ്യത്തെ റൗണ്ടിലെല്ലാം വന്നപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞതും ഞങ്ങൾക്ക് തന്നെ മനസ്സിലായതും UDF പ്രതീക്ഷിച്ചതുപോലുള്ള ലീഡ് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായില്ല. ശരിയാണല്ലോ രേണുക? പിന്നീട് LDF-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വന്നു. LDF-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വന്നപ്പോൾ LDF പ്രതീക്ഷിച്ചതുപോലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെയും കഴിഞ്ഞില്ല.
ഞങ്ങൾക്കെല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് CPM-ഉം കോൺഗ്രസും മാത്രമൊന്നുമല്ല, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒട്ടനവധി പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. സംഘടനാപരമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്, അക്കാര്യത്തിലുണ്ടായ വിജയം അല്ലെങ്കിൽ പോരായ്മ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് രാഷ്ട്രീയം പറയുന്നത്, ജനങ്ങളെ വിലയിരുത്തുന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ ഇത് ചർച്ചയാവുക തന്നെ ചെയ്യും. അവിടെ പ്രതിഫലിച്ചത് എന്നതിൽ താങ്കൾ ഡയറക്റ്റ് ആയിട്ടൊരു ആൻസർ തരുന്നില്ല. കാരണം സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നത് മുഖ്യമന്ത്രി മറ്റ് ഭരണവിരുദ്ധ വികാരമേ അല്ല, ഒരു ഭരണവിരുദ്ധ വികാരമേ അല്ല. രേണുക, അത് ഞാൻ നോ എന്നുള്ള ഒറ്റ വാക്കിൽ ആ ഉത്തരം നിർത്തുക, രണ്ടക്ഷരം അല്ല എന്ന്. ഭരണവിരുദ്ധ വികാരം അല്ല നിലമ്പൂരിലേത് എന്നതാണ് CPM പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ശ്രീ സമ്പത്ത് തന്നെ സൂചിപ്പിച്ചു, രണ്ടുപേരും വിചാരിച്ചതുപോലെ ഉള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. അത് വഴിക്കടവിന്റെ കാര്യം ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവിടെ നിങ്ങൾ ഒരു 3000 വോട്ടെങ്കിലും പിടിക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ വോട്ട് വിഹിതം ആദ്യം ഉണ്ടായില്ല. ആ സമയത്ത് മാധ്യമങ്ങൾ നടത്തിയ നിരീക്ഷണങ്ങൾ ഒക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായും ഞാൻ നിലമ്പൂർ മണ്ഡലത്തിൽ വന്നിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ പ്രചരണ രംഗം നേതാക്കളോടും പ്രവർത്തകരോടും നിലമ്പൂരുകാരോടും കോൺഗ്രസ് അനുഭാവികളോടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ ഒരു 10,000 വോട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളൊരു വിജയമായി പോലും കാണുന്നില്ല എന്ന് പറഞ്ഞ സാധാരണക്കാരായ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ഉണ്ട്. കാരണം അതിലും വലിയ വിജയം എന്നത് അവർ കാത്തിരിക്കുകയായിരുന്നു, പ്രതീക്ഷിക്കുകയായിരുന്നു. അവിടെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് എത്തിയില്ല. ഇപ്പോൾ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, ഷൗക്കത്തിനോട് പോലും ചോദിക്കുമ്പോൾ പറയുന്നത് വെറും വിജയമാവില്ല, ഫുൾ A+ മേടിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും എന്നതാണ് ഷൗക്കത്ത് പോലും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ ആ പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് എത്തിയില്ല എന്നതൊരു വസ്തുതയല്ലേ? അങ്ങ് കുറച്ച് സമയം എനിക്ക് നൽകണം. ഒന്ന്, അങ്ങയുടെ വിലയിരുത്തൽ തെറ്റാണ്. കാരണം അവിടെ ആന്റി പിണറായി, ആന്റി ഇൻകൺവെൻസി, ആന്റി ഗവൺമെന്റ് വോട്ട് എന്ന് പറയുന്നത് ഷൗക്കത്ത് പിടിച്ച 11,000 ലീഡ് മാത്രമല്ല, അവിടെ അൻവർ പിടിച്ച ഏതാണ്ട് 20,000 ലീഡ് കൂടി ചേർത്ത് വേണം വായിക്കാൻ. ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ ഇത് പറയുന്നത്. അൻവറിന്റെ വോട്ടിന്റെ കാര്യം പറയാൻ ഞാൻ അൻവറിന്റെ പ്രതിനിധിയെ വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞോട്ടെ ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അൻവർ അവിടെ മത്സരിച്ചത് പിണറായിസത്തിനെതിരെയും സതീശനിസത്തിനെതിരെയും ആയിരുന്നു. അപ്പോൾ ആരാണ് അൻവറിന് വോട്ട് ചെയ്തത് എന്നത് പ്രത്യേകം കണ്ടുപിടിക്കപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് താങ്കളുടെ ഭാഗം പറഞ്ഞോളൂ. രേണു, അങ്ങിങ്ങനെ എടുത്തു ചാടിയ ഉത്തരം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സമയം തരും എന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 14,526 വോട്ടാണ് LDF-ന്റെ കുറയുന്നത്. ഞങ്ങൾക്ക് കുറഞ്ഞത് ഏതാണ്ട് 700-ൽ പരം വോട്ടുകൾ മാത്രമാണ്. അത് കുറയുകയല്ല ചെയ്യുന്നത്. സ്വാഭാവികമായ ലീഡ് നിലയിൽ ഞങ്ങൾ 2,700 വോട്ടിന് LDF ജയിച്ചിരുന്നിടത്ത് നിന്ന് 11,000 വോട്ടിന് ഞങ്ങൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർ A സമ്പത്തിന്റെ വിശദീകരണം കേൾക്കുമ്പോൾ, നേരത്തെ ഒരു ചാനലിൽ ഇരുന്നപ്പോ BJP പ്രതിനിധി എന്നോട് തർക്കിക്കുകയാണ്. നോക്കൂ, നിങ്ങളുടെ 2 പേരുടെ വോട്ട് കുറച്ചു പോയി, എന്നാൽ ഞങ്ങൾക്ക് 100 വോട്ട് കൂടി കേട്ടോ, 102 വോട്ട് കൂടി കേട്ടോ. അപ്പൊ അടുത്ത ദിവസം അവർ നിയമസഭയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്, 102 വോട്ട് കൂടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കൂ, അവിടുത്തെ ജനവികാരം ഏതാണ്ട് ടോട്ടൽ 30,000 വോട്ടിന്റെ ഒരു ആന്റി ഇൻകൺവെൻസി ഫാക്ടർ അവിടെ വ്യക്തമായിട്ടുണ്ട്. ഞാനതാണ് പറഞ്ഞത്. ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് അതാണ് എന്റെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത. ഇനി ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഇപ്പോ ഡോക്ടർ സമ്പത്ത് അടക്കമുള്ളവർ പറയുന്നത് കഴിഞ്ഞ 2 ടേമും അവിടെ ഏതോ അപ്രത്യക്ഷനായ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി താഴേക്ക് വീണ ആരോ ഒരാൾ വന്ന് ജയിച്ചു പോയി, ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല കേട്ടോ എന്നാണ്. അങ്ങനെയല്ല ഡോക്ടർ സമ്പത്ത്. അങ്ങടങ്ങുന്ന LDF-ന്റെ പരിണിതപ്രജ്ഞരായ നേതൃത്വം അവിടെ വന്ന് ശ്രീ പിണറായി വിജയൻ അടക്കം കൈ ഉയർത്തി പിടിച്ച് LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ആളാണ് PV അൻവർ. നിങ്ങളുടെ LDF യോഗത്തിൽ കസേര വലിച്ചിട്ടിരിക്കാൻ അധികാരമുണ്ടായിരുന്ന ആളാണ് PV അൻവർ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ PR എക്സസൈസിന്റെ കുന്തമുനയായിരുന്നു PV അൻവർ. അപ്പോൾ നിങ്ങളുടെ തന്നെ MLA ആയിരുന്നു PV അൻവർ. ഇനി അല്ലാന്ന് പറയണ്ട, ഇത് ഞങ്ങളുടെ കുഞ്ഞല്ലേ എന്ന് പറയരുത്. അതുകൊണ്ട് 11,000 വോട്ട്, ഏതാണ്ട് 12,000 വോട്ടിന് 2016-ലും പിന്നീട് 2,700 വോട്ടിന് 2021-ലും അൻവറിന് ജയിക്കാനായത് നിങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായാണ്. അത് നിങ്ങൾ അംഗീകരിക്കാതിരിക്കണം. അതിന് മുമ്പ് അദ്ദേഹം മറ്റൊരിടത്ത് പോയി മത്സരിച്ചു. CPI സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ വിമതനായി മത്സരിപ്പിച്ച് CPI സ്ഥാനാർത്ഥിയെ 4ാം സ്ഥാനത്താക്കി. അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞേക്കൂ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലത്. പക്ഷെ ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിച്ചത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായാണ്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ടൈം അൻവറിനുണ്ടായിരുന്ന 2,700 വോട്ടിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷം തിരിച്ചു പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. ഇനി ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു നരേഷൻ ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ നരേഷൻ. അത് ഡോക്ടർ സമ്പത്തിന് മനസ്സിലാവാഞ്ഞിട്ടല്ല. നോക്കൂ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കട്ടെ. എന്താ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നൽകുന്ന പാഠം?
ഞങ്ങൾ പുതുപ്പള്ളിയിൽ ജയിക്കുന്നത് 4 ഇരട്ടി വോട്ടിനാണ്. ഉമ്മൻചാണ്ടി ജയിച്ച ഭൂരിപക്ഷത്തിന് 4 ഇരട്ടി വോട്ടിൽ. തൃക്കാക്കരയിൽ ഞങ്ങൾ ജയിക്കുന്നത് PT തോമസിന് ഉണ്ടായിരുന്നതിനേക്കാൾ 5 ഇരട്ടി വോട്ട് പിടിച്ചുകൊണ്ടാണ്. ഞങ്ങൾ പാലക്കാട് ജയിക്കുന്നത് 6 ഇരട്ടി വോട്ടും കംഫർട്ടബിൾ മജോറിറ്റിയുമാണ്. എന്നാൽ നിങ്ങൾ ചേലക്കരയിൽ ജയിക്കുന്നതോ 40,000-ൽ കുറഞ്ഞുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടില്ലാത്തൊരു മണ്ഡലത്തിൽ നിങ്ങളെ 4-1 ഭൂരിപക്ഷത്തിൽ പിടിച്ചു കെട്ടാൻ UDF സാധിച്ചു. ഇപ്പോൾ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലം 11,000 വോട്ടിൽ പരം ലീഡിൽ തിരിച്ചു പിടിക്കാനും സാധിച്ചിരിക്കുന്നു. 11,000-ൽ പരം വോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 1.17% വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നിങ്ങൾ പിടിച്ച വോട്ട് പോലും നിങ്ങൾക്ക് നിലനിർത്താനായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. 78,574 527 വോട്ട് VV പ്രകാശ് പിടിച്ചെടുത്ത് നിങ്ങൾക്ക് ഇത്തവണ 77,737 വോട്ട് മാത്രമാണ് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുതിയ വോട്ടുകൾ 7,700 ശതമാനം വോട്ടുകൾ പുതിയ വോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പിടിച്ച വോട്ടുകളിൽ കുറവ് വന്നിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ എത്രയാണ് വോട്ട് വിഹിതം കിട്ടിയത് എന്ന സാഹചര്യം ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. അവിടെയാണ് PV അൻവർ 20,000 വോട്ട് പിടിച്ച ഒരു സാഹചര്യം കൂടി നോക്കിയാൽ PV അൻവർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ PV അൻവറിന്റേതായ വോട്ടുകൾ കൊണ്ടുവന്നിരുന്നു. അത് UDF-ൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് എടുത്ത വോട്ടുകളാണ്. PV അൻവർ പിടിച്ച സ്വന്തം നിലയ്ക്ക് പിടിച്ച വോട്ടുകളാണ്. അങ്ങനെയാണ് LDF വിജയം കഴിഞ്ഞ 2 തവണയും അവിടെ സാധ്യമായിട്ടുള്ളത്. ഇത്തവണയും PV അൻവറിന്റെ വോട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വിജയം അന്യമാണ്. അല്ലല്ലോ. കാര്യം എന്താണ്? ഇത് ഒരു ത്രികോണ മത്സരം ഇതുവരെ നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല. BJP അവിടെ അപ്രസക്തമായ ഒരു പാർട്ടിയാണ്. ഇത്തവണ അവർക്ക് 102 വോട്ട് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നെഗളിക്കുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ അവിടെ ത്രികോണ മത്സരം ഉണ്ടായത് ഇത്തവണയാണ്. അങ്ങനെ ത്രികോണ മത്സരം ഉണ്ടാകുമ്പോൾ 2 മുന്നണികൾക്കും നഷ്ടമുണ്ടാകും. ഇത് ഡോക്ടർ സമ്പത്ത് സമ്മതിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2 മുന്നണികൾക്കും ത്രികോണ മത്സരത്തിലേക്ക് പോകുമ്പോൾ അവിടെ സ്വാഭാവികമായ നഷ്ടമുണ്ടാകും. ഞങ്ങൾക്കുണ്ടായത് 702 വോട്ടിന്റെ നഷ്ടമാണ്. അങ്ങീ പറയുന്ന 1.2% എന്ന് പറയുന്നുണ്ടല്ലോ, 702 വോട്ടാണ്. പക്ഷെ LDF-ന് ഉണ്ടായതോ 14,800 വോട്ടുകൾ അവർക്ക് കുറഞ്ഞു പോയി. എവിടെ പോയി? അതെന്താ? ഞങ്ങളുടെ വോട്ട് മുഴുവൻ ഞങ്ങൾ LDF-ന്റെ വോട്ട്. അതല്ലേ ശ്രീ വസന്ത് ഞാൻ പറഞ്ഞത്, 19,000-ത്തിലധികം വോട്ട് PV അൻവർ പിടിക്കുന്നു. 19,760 വോട്ട് PV അൻവർ പിടിച്ചിട്ടുണ്ട്. PV അൻവർ LDF-നൊപ്പമാണ് എങ്കിൽ ആ വിജയം ഇത്തവണയും LDF-ന് കിട്ടേണ്ട വിജയമാണ്. PV അൻവറിനെ ഒപ്പം നിർത്തിയാണ് സ്വന്തമായി ജയിക്കാൻ പറ്റാത്ത മണ്ഡലത്തിൽ കഴിഞ്ഞ 2 ടേമും LDF ജയിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ PV അൻവർ ഇപ്പോൾ ഒപ്പമില്ല. ആ സാഹചര്യത്തിൽ അവരുടെ അടിസ്ഥാന വോട്ടുകൾ LDF-നെ സംബന്ധിച്ച് പോൾ ചെയ്യാനായിട്ടുണ്ട്. കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി ആ വോട്ടുകളിൽ ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടുണ്ട്. അതിനപ്പുറം പിടിച്ച വോട്ടുകൾ PV അൻവറിന് പോയിട്ടുള്ള വോട്ടുകളാണ്. അതെ, അങ്ങ് പറയുന്നത് ശരിയാണ്. PV അൻവറിന് പോയിട്ടുള്ള വോട്ടുകളല്ല. എല്ലാ പാർട്ടികൾക്കും എല്ലാ മണ്ഡലത്തിലും അടിസ്ഥാനപരമായ വോട്ടുകളുണ്ട്. ഇപ്പൊ സ്വരാജ് വന്നതുകൊണ്ട്, ഞാൻ ഓപ്പൺലി സ്പീക്കിംഗ്, സ്വരാജ് വന്നതുകൊണ്ട് LDF-ന് അവിടെ നില മെച്ചപ്പെടുത്താൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അഗാധമായ ആഴത്തിലേക്ക് പതിക്കുമായിരുന്നു. കാരണം സ്വരാജ് പാർട്ടി ചിഹ്നവുമായി അവിടെ വരുമ്പോൾ സർക്കാരിനെതിരെ വികാരമുണ്ടെങ്കിലും സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ടെങ്കിലും ആന്റി ഇൻകൺവെൻസി ഉണ്ടെങ്കിലും ചില കമ്മ്യൂണിസ്റ്റുകൾ, പാർട്ടി മെമ്പർമാർ പാർട്ടി ചിഹ്നം ഉള്ളത് കൊണ്ട് മറ്റൊരിടത്തും കുത്താൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. ആ വോട്ടുകൾ കൃത്യമായി എടുക്കാവുന്നവന്റെ മാക്സിമം വോട്ടുകൾ നേടിയെടുക്കാൻ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വെളിയിലുള്ള വോട്ട് കണ്ടല്ലോ, അത് സാധാരണക്കാരുടെ വോട്ടാണ്, ന്യൂട്രൽ വോട്ടാണ്. ആ ന്യൂട്രൽ വോട്ട് ആര്യാടനിലേക്കും പോയി, PV അൻവറിലേക്കും പോയി. അതായത് കഴിഞ്ഞ തവണ സർക്കാരിന് അനുകൂലമായി അവിടെ പോൾ ചെയ്യപ്പെട്ട ന്യൂട്രൽ വോട്ടുകൾ, സാധാരണക്കാരുടെ വോട്ടുകൾ, പാർട്ടി മെമ്പർ അല്ലാത്തവരുടെ വോട്ടുകൾ ഇത്തവണ സർക്കാരിന് എതിരായി വന്നു എന്ന് പറയുമ്പോൾ ആന്റി ഇൻകൺവെൻസി ഉണ്ടായില്ലേ. ഇനി ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, രേണുവും ഇപ്പൊ ആരുടെയും വിശദീകരണം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ 10,000 പ്രതീക്ഷിച്ചു, നിങ്ങൾ 2,000 പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി, നിങ്ങളുടെ അടുത്ത റാങ്ക് ആൻഡ് ഫയലിൽ അടുത്ത തലമുറയിലെ 1ാം നമ്പറുകാരൻ, ആ സൈദ്ധാന്തിക മുഖം, അങ്ങനെയുള്ള ആൾ പാർട്ടി ചിഹ്നവുമായി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സ്വന്തം വീടിരിക്കുന്ന ബൂത്തിൽ ലീഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കില്ലേ? ഞാൻ മത്സരിക്കാൻ പോവുകയാണ് നാളെ എന്നിരിക്കട്ടെ, ഞാനൊരു പഞ്ചായത്തിൽ മത്സരിക്കുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ വീടിന്റെ അയൽപക്കത്തുള്ള ചേട്ടന്റെയും ചേച്ചിയുടെയും വോട്ട് നേടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് സൈദ്ധാന്തിക മുഖമാണ്? ഞാൻ എന്ത് 1ാം നമ്പറുകാരനാണ് ഈ പാർട്ടിക്കകത്ത്? അപ്പോ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കേണ്ടുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് M സ്വരാജ് ഇന്ന് അതിന് മറുപടി പറഞ്ഞതെന്ന് താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്തുകൊണ്ടാണ് വയനാട് വരെ രാഹുലിന് എത്തേണ്ടി വന്നതെന്നത്. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ വസന്ത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ VS മനോജ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്, TMC പ്രതിനിധി. ശ്രീ VS മനോജ് കുമാർ,
ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും 75,000 വോട്ട് നേടി ജയിക്കും എന്നതായിരുന്നു PV അൻവറിന്റെ ആത്മവിശ്വാസം. അതിനുശേഷം TMC പ്രതിനിധികൾ ഞങ്ങളുടെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും അതേ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. 19,760 ഒതുങ്ങിയിരിക്കുന്നു അൻവർ. നിങ്ങൾ പുറമേക്ക് അവകാശവാദം ഉന്നയിച്ചതിനപ്പുറം നിങ്ങളെ സംബന്ധിച്ച് ആശ്വസിക്കാൻ കഴിയുന്നതാണോ ഈ നില? അല്ല, ഇതിൽ കൂടുതൽ വോട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായും ഞങ്ങളുടെ അവകാശവാദത്തിൻ്റെ കാരണവും അടിസ്ഥാനവും അത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് ഈ കഴിഞ്ഞ 10-ാം തീയതിക്ക് ശേഷം മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശ്രീ PV അൻവറും PV അൻവറിനോടൊപ്പമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവുമെല്ലാം സജീവമായി രംഗത്തിറങ്ങിയത്. അപ്പോൾ ഒരു 6-7 ദിവസത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ശ്രീ PV അൻവറിന് വലിയ നിലയിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം വിലയിരുത്തൽ. സ്വാഭാവികമായും ഒരു 7 ദിവസം 8 ദിവസം മാത്രം സജീവമായി പ്രവർത്തിച്ചിട്ട് ഒരു ബൂത്തിൽ ആവറേജ് 75 വോട്ട് എന്ന ക്രമത്തിൽ ഒരു വോട്ട് നേടുവാൻ ശ്രീ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും കാലങ്ങളിലാണെങ്കിൽ പോലും ഈ 75 വോട്ടുകളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുത്താൽ നിലമ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഇനി മറ്റൊന്ന്, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ PV അൻവറിന് സമീപ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഇവിടെ ലഭിച്ച വോട്ടിൻ്റെ ഒരു പിൻബലം സ്വാഭാവികമായി സംഘടനയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, PV അൻവർ ഇല്ല എങ്കിൽ ഇടതുമുന്നണിക്ക് നിലമ്പൂർ വിജയിക്കാനാവില്ല. അൻവർ മൈനസ് ഇടതുമുന്നണി മൈനസ് അൻവർ ആണെങ്കിൽ ബിഗ് സീറോയാണ് ഇടതുമുന്നണി എന്ന് വ്യക്തമായി. അതോടൊപ്പം തന്നെ ശ്രീ PV അൻവറിന് സ്വന്തമായി ഒരു സംഘടന കെട്ടിപ്പടുത്ത് സ്വന്തം മണ്ഡലത്തിൽ നിലനിൽക്കാൻ ഉതകുന്ന ഒരു ജനസമ്മതി കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ശ്രീ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയ മുഴുവൻ വോട്ടർമാർക്കും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. PV അൻവർ 19,760 വോട്ട് പിടിക്കുമെന്നത് മറ്റുള്ളവരുടെ മറ്റു മുന്നണികളുടെ കണക്കുകൂട്ടലിനപ്പുറമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആരുടെ വോട്ട് അൻവർ പിടിച്ചു എന്നത് ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾക്കിട നൽകുന്നുണ്ട്. അടിസ്ഥാന വോട്ടുകൾ സംരക്ഷിക്കാനായി എന്നത് LDF പറയുമ്പോൾ അവരുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് LDFന്റെ അവകാശവാദം. അതേപോലെ തന്നെ UDF പറയുന്നത് ഭരണവിരുദ്ധ വികാരം എന്നതാണ്. അങ്ങനെ ഒരു വ്യക്തത, ആരുടെ വോട്ട് ലഭിച്ചു എന്നതിൽ വ്യക്തത നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വിരുദ്ധ നിലപാടായിരുന്നു ആ നിലപാട് ഉയർത്തിക്കൊണ്ടായിരുന്നു ശ്രീ PV അൻവർ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങുന്നത്. ശ്രീ PV അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ ജനപിന്തുണ ലഭിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചത്. സ്വാഭാവികമായും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വോട്ട് ലഭിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഉയർത്തിയ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമരം, ആ സമരത്തിൽ ശ്രീ PV അൻവർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ, ഇവയെല്ലാം നാട്ടിലെ ജനങ്ങൾ, വനാതിർത്തിയിൽ ജീവിക്കുന്ന ആളുകളുടെ വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ടായി. ഇതിലെല്ലാം ഉപരി ഞാൻ പറഞ്ഞല്ലേ, ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു 75 വോട്ട് വെച്ച് ഓരോ ബൂത്തിലും ലഭ്യമാകുന്ന വിധത്തിലുള്ള ക്രമത്തിൽ ഒരു വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അടിത്തറ കെട്ടാനുള്ള വോട്ടായി. ബാക്കിയുള്ള പാർട്ടികൾക്കെല്ലാം അടിത്തറയുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്ക് മറ്റ് മുന്നണി സംവിധാനങ്ങളൊന്നുമില്ല. ശ്രീ PV അൻവറിൻ്റെ ചുരുങ്ങിയ നാളത്തെ ഒരു പ്രയത്നം മാത്രമാണ് ഇതിന് പിറകിലുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രദ്ധയും അദ്ദേഹം തന്നെ അതിന് നേതൃത്വം നൽകുന്നു. എല്ലാ ശ്രദ്ധയും ആ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കി നടത്തിയതെല്ലാം ശ്രീ PV അൻവറായിരുന്നു. ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം നേടിയ വോട്ട് ഈ കേരളത്തിൽ ഒരുപക്ഷെ മറ്റ് പല വ്യക്തിത്വങ്ങൾക്ക് ഒപ്പവും അപൂർവം ചില വ്യക്തികൾക്കൊപ്പം തന്നെ എത്തിച്ചേരുന്ന വിധത്തിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള ആശാവഹമായ കാര്യമാണ്. ശരി, എന്തായാലും അടിത്തറ കെട്ടാനുള്ള വോട്ട് ഈ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് PV അൻവർ ക്യാമ്പിന്റെ ആത്മവിശ്വാസം. അതിൽ ഊന്നിയായിരിക്കും ഇനി അൻവറിന്റെ മുന്നോട്ടുള്ള പോക്കും. ശ്രീ നോബിൾ മാത്യു, സാധാരണ നിലയിൽ മൂന്നാമത് താങ്കളിലേക്ക് വരേണ്ടതാണ്. പക്ഷേ തീർത്തും അപ്രസക്തമാകുന്ന വോട്ട് ഷെയർ ആണ് നിലമ്പൂരിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. 2016 BDJS മത്സരിച്ചപ്പോൾ ഏതാണ്ട് 12,200 ചില്ലാനം വോട്ട് നേടിയ ഇടത്താണ് ഈ ചുരുങ്ങിയ വോട്ടിലേക്ക് 8,648 വോട്ടിലേക്ക് BJP ചുരുങ്ങിപ്പോയത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് നിങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ? ഒന്ന്, 2016 സ്ഥിതിയല്ല 2021 2021 ഞങ്ങൾക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. BJP എന്ന പ്രസ്ഥാനം
7,700 ചിൽവാനം പുതിയ വോട്ടുകളുണ്ട്. അങ്ങനെയുള്ള പുതിയ വോട്ടുകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മുൻ വോട്ടിനേക്കാൾ വോട്ട് ഷെയർ കുറവാണ്. ഞാൻ പറഞ്ഞു വരട്ടെ. BJP എന്ന പ്രസ്ഥാനം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ. കേരളത്തിലെ BJPയെക്കുറിച്ച് ധാരണകളെക്കാൾ ഉപരി തെറ്റിദ്ധാരണകളാണ്. ആ തെറ്റിദ്ധാരണകൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ട് എന്താണ് BJP, അഖിലേന്ത്യാടിസ്ഥാനത്തിൽ BJP ചെയ്യുന്ന കാര്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷി എന്നുള്ളതിൽ BJP ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഇത് അനവസരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം. അങ്ങനെയാണ് ഞങ്ങളിതിൽ മത്സരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഞങ്ങൾക്ക് വോട്ട് ഷെയറിൻ്റെ കാര്യം അല്ല, ഇതിനു മുമ്പ് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് വോട്ടിംഗ് ശതമാനം വോട്ടും കുറയുകയാണ് ചെയ്തത്. 2021 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻപിള്ള സാർ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾ പുറകോട്ട് പോയി. അതുപോലെ കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് ഞങ്ങൾ പുറകോട്ട് പോയി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ജനറൽ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന വോട്ടിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയി. പക്ഷേ ഇവിടെ ഞങ്ങൾ വോട്ട് 2021 വോട്ടിനേക്കാൾ 100-ലധികം വോട്ടുകൾ ഞങ്ങൾ കൂടി വാങ്ങിക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾ ഇവിടെ മത്സരിച്ചത് പിണറായിസത്തിനെതിരെയോ സതീശനിസത്തിനെതിരെയോ അതുപോലെ അൻവറിസത്തിനെതിരെയോ ഒന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് വിശകലനം ചെയ്താൽ നിലമ്പൂർ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ UDFിൻ്റെ കേന്ദ്രമാണ്. ഈ അൻവർ ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പന്തളം സുധാകരൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ അങ്ങനെ നിന്ന ആളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെച്ചിരിക്കുന്ന വികസന രാഷ്ട്രീയമാണ്. ആ വികസന രാഷ്ട്രീയം ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി തന്നെ പറഞ്ഞു. ആ വികസന രാഷ്ട്രീയം ഞങ്ങൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ മുമ്പിൽ നിർത്തുന്ന ആ വികസന രാഷ്ട്രീയം അതാണ് ഞങ്ങളിവിടെ നടത്തിയത്. ഈ വികസന രാഷ്ട്രീയം ഞങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ പ്രചരണവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ വോട്ട് ചെയ്തവരെല്ലാവരും ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുകയാണ്. അത് 916 ഹോൾസ്മാർക്ക് വോട്ടുകളാണ്. അത് വർഗീയതയ്ക്കെതിരെയുള്ള വോട്ടുകളാണ്, ജാതിക്കെതിരെയുള്ള വോട്ടാണ്, രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി ദേശീയതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം കോൺഗ്രസ് പോലും അവരുടെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടി, CPM ആരുമായിട്ട് കൂട്ടുകൂടിയില്ലെന്ന് പറഞ്ഞാലും മദനിയുടെ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടി എന്നുള്ള ഒരു നഗ്ന സത്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി പഴയ അത്രയും അവരുടെ തീവ്ര വർഗീയത ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് വികസനത്തിൻ്റെ വോട്ടാണ്. ആ വോട്ട് ഞങ്ങൾ കൂട്ടി കൊഴിയും. കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളുള്ളതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു റാങ്ക് അനുസരിച്ച് ഞങ്ങൾക്ക് 130ാമത്തെ നിയോജകമണ്ഡലമാണ് നിലമ്പൂർ. അത്ര ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ഈ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ഇതൊരു തുടക്കമാണ്. ഞങ്ങളിതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ഞങ്ങളെപ്പോഴും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നു, വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കർഷക രാഷ്ട്രീയം പറഞ്ഞത് എന്നതാണ് അവിടുത്തെ ഞാൻ നിലമ്പൂര് 15 ദിവസം ഉണ്ടായിരുന്നു. 48% വോട്ട് ഷെയർ ഉള്ള പാർട്ടിയാണ്. 4.51ലേക്ക് ചുരുങ്ങുന്ന 4.91ലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം. പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ സ്വാഭാവികമാണ്. പിച്ച വെക്കുന്ന പാർട്ടിയാണ് കേരളത്തിൽ നിയമസഭാ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് NDA എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. എന്തായാലും പുതിയ അധ്യക്ഷന്റെ കീഴിൽ നേരിട്ട ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവർ പിച്ച വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ന്യായീകരണം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ നേരത്തെ നോബൽ മാത്യു തന്നെ ചൂണ്ടിക്കാട്ടി ജമാഅത്തെ ഇസ്ലാമി ബന്ധം നിങ്ങൾ എങ്ങനെ തുറന്നു കാട്ടി എന്നത്. നമുക്കറിയാം, പ്രചരണത്തിന്റെ ഏറിയ പങ്കും സമയം ചെലവഴിച്ചത് ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ തന്നെ PDPയുമായുള്ള ബന്ധം, അതിലെ ഇരട്ടത്താപ്പ് എന്നത് UDF വലിയ ആയുധമാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ അവിടെ CAA ഉൾപ്പെടെയുള്ള പൗരത്വ വിഷയം ഉൾപ്പെടെയുള്ളവയാണ് ഉയർത്തിക്കാട്ടിയത്. അതിൽ നിന്ന് ട്രാക്ക് മാറ്റിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രചരണത്തിലേക്കും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള പ്രചാരണ രീതിയിലേക്കുമൊക്കെ LDF പോയത്. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള ഈ പരീക്ഷണങ്ങൾ പാളുന്നു എന്ന് വേണമോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കാൻ? രേണുക, അഡ്വക്കേറ്റ് നോബൽ മാത്യു എൻ്റെ ഒരു പഴയ സുഹൃത്താണ്.
ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും ഇങ്ങനെ ഈ വിദ്യാർത്ഥി ജീവിതകാലത്ത് പ്രസംഗ മത്സരങ്ങൾക്കും അതുപോലെ ഈ ഡിബേറ്റിനും ഒക്കെ മത്സരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഈ ഒരു ചർച്ചയിൽ ഇങ്ങനെ നമ്മളോടൊപ്പം കിട്ടിയെന്നുള്ളത് വ്യക്തിപരമായി എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. അദ്ദേഹം ഉന്നയിച്ച ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ട നോബൽ മാത്യു, ഇന്ന് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലുൾപ്പെടെ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരികയുണ്ടായി. നോബൽ മാത്യു പറഞ്ഞത് ഈ ഞങ്ങൾ ബി ജെ പിയുടെ വികസനത്തിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോൾ ബി ജെ പി ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മുന്നണിയായിട്ടാണെങ്കിലും അവരുടേതായിട്ടുള്ള വല്ലാതെ മുഷ്കും അഹങ്കാരവും അധികാരത്തിൻ്റെ പ്രമത്തതയും അത് RSSൻ്റെ നിയന്ത്രണവും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ RSS ഇപ്പോൾ കർട്ടൻ്റെ പുറകിൽ നിന്നൊന്നുമല്ല, അതെല്ലാം തന്നെ സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നാണ് കാര്യങ്ങൾ ചെയ്യുക. അത്തരം കാര്യങ്ങൾ ഞങ്ങളുടേതായ ആളുകളെ പലയിടത്തും അത്തരത്തിൽ നിയമിക്കുന്നു. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ അവരുടെ ചില ചങ്ങാതിമാർ വലതുപക്ഷ നിരീക്ഷകരുടെ വേഷം കിട്ടി വന്നിട്ടായാലും പറയാറുണ്ട് ഞങ്ങളിങ്ങനെയെല്ലാം ചെയ്യും എന്നുള്ള നിലയിൽ. ലുധിയാന വെസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്താണ് നോബൽ മാത്യു എന്ന് വന്നത്? ബി ജെ പിക്ക് അനുകൂലമാണോ ബി ജെ പിക്ക് എതിരായിട്ടാണോ? അല്ല, കാളിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ്. അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമായിട്ടാണോ വന്നത് അല്ല ബി ജെ പിക്ക് എതിരായിട്ടാണോ വന്നത്? ഗുജറാത്തിലെ വിസാവദാർ അവിടെ ബി ജെ പിക്ക് അനുകൂലമായിട്ടാണോ അല്ല എതിരായിട്ടാണോ വന്നത്? ഇവിടെ ഇപ്പം നിലമ്പൂരിൽ 10,000 വോട്ട് തികച്ച് ബി ജെ പിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിൽ അത് അദ്ദേഹം അതുകൊണ്ട് സംതൃപ്തി അടയട്ടെ. ഈ ഉപതെരഞ്ഞെടുപ്പിനെ ബി ജെ പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണ് കണ്ടത്? ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വാചകമുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ, മൈനോറിറ്റി ഡോമിനേഷനുള്ള ഒരു മണ്ഡലം എന്ന നിലയിലേക്കാണ് പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും, ഒരുപക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേരിന് മുമ്പിൽ ഈ പറയുന്ന ഒരു പേര് ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാറില്ല. ഇനി NDAയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താണ് പറഞ്ഞത് നിലമ്പൂരിൽ? എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ പലതും UDFിലേക്ക് പോയിട്ടുണ്ട് എന്ന് വിശ്വസനീയമായി അറിയുന്നു എന്ന നിലയിലേക്ക്. UDF വിജയിച്ചു എന്നുള്ളത് കൊണ്ട് വിജയത്തിനെ ഒന്നും ചെറുതായി ഞാൻ കാണുകയല്ല. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ വ്യാപകമായ സ്വാധീനമുണ്ടോ ഇല്ല, അത്തരം കാര്യങ്ങൾ ഒക്കെ ശരി. അപകടം എന്ത് എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന അത് ഒന്നിലേറെ തവണ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ്. ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല. ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഘടകത്തെ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ നിരോധിച്ചതാണ്. ആ നിരോധനം പിൽക്കാലങ്ങളിലും തുടരുകയുണ്ടായി. ഇപ്പറഞ്ഞ നോബൽ മാത്യുവിൻ്റെ പാർട്ടിയായ BJP എൻ്റെ പാർട്ടിയുടെ നേതാവായ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജമ്മു കാശ്മീർ ഘടകത്തിൻ്റെ നേതാവിന് പിന്തുണ നൽകി. ഒരു 8-9 തവണ ഭീകരവാദികളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട പഴയ SFIയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായ മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ രക്തബന്ധുക്കളായ 4 പേരടക്കം രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത് ആ മനുഷ്യനെ പരാജയപ്പെടുത്താനായി ചെയ്ത ഇവരാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇത് പറയുന്നത്. ആരുടെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തേടുന്നു അല്ലെങ്കിൽ പിന്തുണ കിട്ടിയെന്നുള്ളതിൻ്റെ മാത്രമല്ല, വെൽഫെയർ പാർട്ടിയെയും SDPയെയും UDFിൻ്റെ ഘടകകക്ഷികളാക്കി മാറ്റിക്കൊണ്ടുവരുന്നതിൻ്റെ അതിൻ്റെ പ്രക്രിയയിലാണിപ്പോൾ. ഇവിടെ കോൺഗ്രസ് ആരെ കൈക്കൊള്ളണം, ആരെ കൊള്ളണം, ആരെ തള്ളണം, ആരുടെ മേൽ വാതിൽ തുറന്നു കൊടുക്കണം, ആരുടെ മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കണം, ആരുടെ മുന്നിലേക്ക് വാതായനങ്ങൾ തുറന്നു കൊടുക്കണം, ആരുടെ മുന്നിൽ ജനൽ കൊട്ടിയടയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പല ഘടകങ്ങളെയും നിയന്ത്രിക്കുന്നത് SDPയെയും ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്ന് ഖേദകരമായൊരു വസ്തുത വരികയാണ്. വരാനിരിക്കുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പരീക്ഷണം SDPയെയും ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ സംഘടനയാണ് വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം വസന്ത് ഉൾപ്പെടെ സമ്മതിക്കേണ്ട ഒരു കാര്യമുണ്ട്, മനോജ് ഉൾപ്പെടെ സമ്മതിക്കേണ്ടി വരുന്ന കാര്യം എന്താ, RSSൻ്റെ രാഷ്ട്രീയ സംഘടനയായി പൂർണ്ണമായി മാറിയല്ലോ BJP അല്ലേ? RSSൻ്റെ രാഷ്ട്രീയ സംഘടനയായി. നമ്മൾ പലരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വന്നവരാണല്ലോ. നമ്മൾ അന്ന് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഭാരതീയ വിദ്യാർത്ഥി മോർച്ച ഉണ്ടായിരുന്നല്ലോ. കൂടുതൽ സമയമെടുത്ത് തുറന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അതൊക്കെ തള്ളിക്കളഞ്ഞു എന്ന് വേണമോ ഈ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ? അല്ല
ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് രാഷ്ട്രീയം അത് പറയാൻ, പഠിപ്പിക്കാൻ, അവരിലേക്ക് പ്രസരിപ്പിക്കാൻ, അവരത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലെത്താൻ അതെല്ലാം തന്നെ ഈ കുറേ സമയമെടുക്കുന്നതാണ്, പ്രയാസകരമായ കാര്യമാണ് ആ ഒരു എക്സർസൈസ് എന്നുള്ളത്. ഞാനത് എന്തുകൊണ്ടെന്നുള്ളത് ഒരു അരമിനിറ്റ് കൊണ്ട് പറയാം. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികത്തിൻ്റെ ആചരണത്തിലേക്ക് പോകാൻ ഇനി 24 മണിക്കൂർ കൂടിയേ ഉള്ളൂ രേണുക. അന്ന് രേണുകയൊന്നും ജനിച്ചിട്ടില്ല. നാവടക്കോ പണിയെടുക്കോ എന്ന് അത്തരത്തിൽ പറയുകയും അന്ന് എല്ലാ മൗലികാവകാശങ്ങളും അത് നിഷേധിക്കപ്പെടുകയും ചെയ്തു. സുപ്രീം കോടതി പോലും ഈ പോലീസിന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നതായ ഒരു കാലം അങ്ങനെ വന്ന് പത്രമാഫീസുകളിലേക്കുള്ള വൈദ്യുതി അടക്കം വിച്ഛേദിച്ച് രാഷ്ട്രീയ നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തൊരു കാലമുണ്ട്. ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് EMS മുദ്രാവാക്യം വിളിച്ചപ്പോൾ, എന്നിട്ട് 1977 ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് അയവ് വരുത്തി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് 18 സീറ്റേ കിട്ടിയിട്ടുള്ളൂ നിയമസഭയിൽ. കളിയാക്കി പലരും പറഞ്ഞു വന്ന് നിങ്ങൾ ആകെ 3 കാറിൽ കയറാനുള്ള MLA-മാരേ ഉള്ളൂ എന്നുള്ള നിലയിലേക്ക്. ശരി. ഉഗ്രപ്രതാപിയായ ശ്രീ കെ കരുണാകരൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം പിന്നീട് ഈ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണം ഉണ്ടാകുന്നതും അന്ന് ഈ ജനങ്ങളുടെ പൗരാവകാശങ്ങളുടെ നിഷേധത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന് അന്ന് അത് വ്യാപിപ്പിക്കാനായി കഴിഞ്ഞില്ല. അതിൻ്റെ ദൗർബല്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് LDF UDF എന്നുള്ള ധ്രുവീകരണത്തിലേക്ക്. ആ ധ്രുവീകരണം 1980 മുതൽ 2025 തുടരുകയാണ്. ശരി, ഞാൻ തിരിച്ചെത്താം എല്ലാ അതിഥികളിലേക്കും ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, നിങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന, പ്രതീക്ഷ നൽകാവുന്ന ഒരു വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ സാധ്യമായി എന്ന് നോക്കിയാൽ ഈ ലീഗിന്റെ മെഷീനറി അവിടെ എങ്ങനെ വർക്ക് ചെയ്തു എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രവുമല്ല, എത്ര ഒരുമയോടുകൂടി നിങ്ങൾക്കവിടെ പെരുമാറാൻ, പ്രചരണ രംഗത്ത് പെരുമാറാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വർഗീയതയുടെ വോട്ടാണ് നിങ്ങൾ നേടിയിരിക്കുന്നത് എന്ന ഒരു നറേഷൻ ഇതിനോടകം തന്നെ LDF കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തി കൂട്ടായി പ്രവർത്തിച്ച് കിട്ടിയ ഒരു വിജയം എന്നതാണ് നിലമ്പൂരിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു വൈഡ് റേഞ്ചിൽ നോക്കിയാൽ 2026 ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് എത്രമാത്രം നിങ്ങളെ കൊണ്ട് സാധ്യമാകും എന്ന ഒരു വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ വർഗീയ വോട്ടുകളുടെ പിന്നാലെ പോയി എന്ന ആരോപണം മറ്റിടങ്ങളിൽ എങ്ങനെ ബാധിക്കും എന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡായി, അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിലേക്കൊക്കെ അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലമ്പൂർ നൽകുന്നുണ്ടോ? ചോദ്യം എന്നോടാണല്ലോ രേണു? അതെ അതെ. രേണു നോക്കൂ, ശ്രീ ഡോക്ടർ സമ്പത്ത് പറഞ്ഞത് 75 ജൂൺ 25-ാം തീയതി, ഏതാണ്ട് 2 ദിവസങ്ങൾക്കപ്പുറത്ത് നടക്കാൻ പോകുന്ന അടിയന്തരാവസ്ഥയുടെ ഓർമ്മകാലത്തെ പറ്റിയാണ്. അതിനുശേഷം ആ ഓർമ്മകാലത്തിന്റെ കാലത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദ സംഘടനയാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും 75-ന് ശേഷമാണല്ലോ 2021 ഡോക്ടർ സമ്പത്ത് ആൻഡ് രേണു ആണല്ലോ 2021. ഏതായാലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വകഭേദമായ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ ഏതായാലും അവരുടെ പിന്തുണ സ്വീകരിക്കാനോ അവിടെ പോയി ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറയാനോ പോയിട്ടില്ല. എന്നാൽ 2021 സ്വീകരിച്ചു എന്നുള്ളത് PD സതീശൻ സ്ഥിരീകരിച്ചതാണ്. മതരാഷ്ട്രവാദം അവർ നിർത്തി എന്നുള്ള കാര്യം അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. ഈ വസന്ത് തെങ്ങമ്പള്ളി അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അല്ലാതാവില്ല. പറയട്ടത്, PD സതീശന് മുമ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരാളുണ്ട്. ആളുടെ കഥയാ പറയുന്നത്. അങ്ങനെ കേക്ക്. 2021 രണ്ടാം പിണറായി ഗവൺമെന്റ് 6 തേരിലേറിയാണ് അധികാരത്തിൽ വന്നത്. 66 സീറ്റുകളിൽ BJPയുടെ വോട്ട് മേടിച്ചില്ലേ? അത് പോട്ടെ. പക്ഷെ നിങ്ങൾ തന്നെ അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഇത്ര കേട്, രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ ഇത്ര കുലുക്കം എന്ന് ചോദിച്ചത് ആരാ? എന്ന് ചോദിച്ചത് സഹാവ് പിണറായി വിജയനാണ്. 2020 അതിന്റെ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് നടത്തിയതാണ്. ഇപ്പോൾ സാഹചര്യങ്ങളിലേക്ക് വരും, റിസൾട്ട് വന്ന സാഹചര്യത്തിലേക്ക് വന്നോളൂ. അല്ലതെ പറയട്ടതേ, അത് പറയുമ്പോ അങ്ങെന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? സമ്പത്ത് ബുദ്ധിമുട്ടുന്നേ. 2021 വളരെ കൃത്യമായി ആ ഇടതുപക്ഷ മുന്നണിയെ നയിച്ച നേതാവ് സഖാവ് പിണറായി വിജയൻ അദ്ദേഹം നേരിട്ട് ചോദിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഇപ്പൊ ഞാൻ രേണുവിനോട് ചോദിച്ചില്ലേ, രേണു എന്തിനാ ഇടപെടുന്നത്, അങ്ങേക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചതുപോലെ എന്താ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ അക്നോളജ്മെന്റ് കൊടുത്ത ആളാരാ? അത് പിണറായി വിജയനാ. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്താൽ അടിപൊളി,
നിങ്ങൾ വോട്ട് ചെയ്താൽ ആഹാ, ഞങ്ങൾ വോട്ട് ചെയ്താൽ ഓഹോ, ആ പരിപാടി വേണ്ട. ഒന്നെങ്കിൽ നിങ്ങൾ പറയണം ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ്, അതുമായി യാതൊരുവിധ തലത്തിലും ചേർന്ന് പോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർ പരിശുദ്ധരാണ്, അടിപൊളിയാണ്, സൂപ്പറാണ് എന്ന് പറയുന്ന നയം, ആ നയം അവിടുത്തെ ജനത തിരിച്ചറിഞ്ഞു. അതിന്റെ നിങ്ങളുടെ ചെവിക്കല്ലിനേറ്റ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള മനസ്സിലാക്കിയാൽ മതി. ഇനി വേറൊരു കൂട്ടർ കൂടിയുള്ള തിരിച്ചടിയാണ് കേട്ടോ, അതുകൂടി പറയാതിരിക്കാൻ പറ്റില്ല. ആരാണത്? വിപ്ലവാത്മകമായ രീതിയിൽ നിലപാടെടുത്തു സിനിമയെടുത്ത ആര്യാടനൊപ്പമല്ല, അതേ രീതിയിൽ തന്നെ എഴുത്തുകൾ എഴുതിയ ആര്യാടനൊപ്പമല്ല, മറിച്ച് പണ്ട് ബാലരമയോ ബാലഭൂമിയോ ഒക്കെ വായിച്ചു നോക്കി എന്ന പേരിൽ സ്വരാജിനൊപ്പമാണ് എന്ന് പറഞ്ഞ് നാടൊട്ടുക്കും വണ്ടി നിലമ്പൂരിലേക്ക് കയറി സാംസ്കാരിക നായകരുണ്ടല്ലോ, അവരെവിടെ പോയി? അവര് നിലമ്പൂർ വഴി ഊട്ടിക്ക് ടൂർ പോയോ? അവർക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മനസ്സിലാക്കിക്കോണം. എഴുതുന്നവർ, ഞാനും എഴുത്തെഴുതി പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാ. എഴുത്തുകാർ നിലകൊള്ളേണ്ടത് ജനശബ്ദത്തിനൊപ്പമാണ്. എഴുത്തുകാർ നിലപാടെടുത്തതിന്റെ പേരിൽ അവരെ അധിക്ഷേപിക്കുന്നത് അതൊരു മറ്റൊരു വിഷയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു മോശം പ്രവണതയാണ് എന്ന് തന്നെ പറയാം. ശ്രീ വസന്ത്, അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാ വിഷയങ്ങളിലും ഇതിനു മുമ്പ് നടത്തിയ ചർച്ചാ വിഷയങ്ങളിലൊക്കെ അങ്ങനെ പരന്നു പോകാൻ സമയമില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിച്ചത് ഇതൊരു വലിയ ട്രെൻഡാണ്, 2029-26 ഞങ്ങൾ പിടിച്ചു എന്ന തരത്തിൽ അവതരിപ്പിക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇത് തരുന്നുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിലേക്ക് വരും. 100% നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം 4 ഇരട്ടിയായി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജയിക്കുന്നു. ഒടുക്കം നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരിടത്ത് അതാണ് ആ ട്രെൻഡ്, അതാണ് നിങ്ങളുടെ വിശ്വാസം. ഞാൻ തിരിച്ചെത്താം. ശ്രീ മനോജ് കുമാർ, ഇവിടെ ഇപ്പോ UDF പ്രവേശനത്തിന് വീണ്ടും സാധ്യത തേടുന്നു അൻവർ എന്നതാണ് അൻവറിന്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഇനിയിപ്പോ വേണമെങ്കിൽ ബേപ്പൂർ വേണമെങ്കിൽ മത്സരിച്ചോളാം, മരുമോനിസത്തിനെതിരെ വേണമെങ്കിൽ യുദ്ധം നയിച്ചോളാം എന്നൊക്കെ അൻവർ പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ അൻവർ ചുരുങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ 19,000 ശിഷ്ടം വോട്ടിന്റെ ബലത്തിൽ എങ്ങനെയെങ്കിലും UDFിലേക്ക് കയറുക എന്നതാണോ അൻവർ ഉദ്ദേശിക്കുന്നത്? പക്ഷെ ഇന്നും VD സതീശൻ നോ കമന്റ് പറഞ്ഞ് അൻവറിന്റെ കാര്യം ചോദിച്ചപ്പോൾ എണീറ്റ് പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്, മാധ്യമങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വോട്ടിന്റെ ബലത്തിൽ UDFിൽ കയറാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾ ഈ വോട്ടിൻ്റെ ബലം കണ്ടുകൊണ്ടല്ലോ. ഞങ്ങൾ മുന്നണി പ്രവേശനത്തിന് വേണ്ടി ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു കത്ത് നൽകിയിരുന്നു UDF നേതൃത്വത്തിന്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ മുമ്പാകെയും ഒപ്പം തന്നെ UDFിൽ അന്നത്തെ കൺവീനർ ശ്രീ M ഹസൻ മുമ്പാകെയൊക്കെ ഞങ്ങളൊരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF യോഗം ചേരുകയും UDF യോഗ തീരുമാനം അറിയിക്കാൻ വേണ്ടി ശ്രീ VD സതീശനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ കത്ത് നിലനിൽക്കുകയാണ്. ഞങ്ങൾ UDF പ്രവേശനം ആഗ്രഹിച്ച് നൽകിയ കത്ത് നിലനിൽക്കുകയാണ്. ആ കത്തിന്മേൽ തീരുമാനം കൈക്കൊള്ളേണ്ട UDF നേതൃത്വമാണ്. ഏതാണെങ്കിലും ജനങ്ങൾക്കൊപ്പം വന്ന് 23-ാം തീയതി തള്ളി തുറക്കും UDFിന്റെ വാതിലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രതീക്ഷ ഇതുവരെ വിട്ടിട്ടില്ല. അല്ല, ഞങ്ങൾ നൽകിയ കത്ത് പിൻവലിച്ചിട്ടില്ലല്ലോ. ആ കത്ത് നിലനിൽക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശ്രീ PV അൻവർ മുന്നോട്ട് വച്ച കാര്യങ്ങൾ ജനം സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അദ്ദേഹത്തിന് ലഭിച്ച ഈ 20,000-നടുത്ത വോട്ടും ഒപ്പം തന്നെ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ച ഈ 11,000 ഭൂരിപക്ഷവും. ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്ത് നോക്കിയാൽ ഏതാണ്ട് 30,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആണ് ഇതിനെ എതിർക്കുന്ന വിഭാഗത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ശ്രീ PV അൻവർ കൂടെ ഉണ്ടെങ്കിൽ UDF ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് അവർക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഈ UDFിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്കും ഈ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ യോജിച്ച് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വന്നാൽ അവർക്കൊക്കെ താഴെത്തട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആയി മാറുന്നതിനുള്ളൊരു അവസരത്തിലേക്ക് എത്തിക്കുവാൻ UDF നേതൃത്വം പരിശ്രമിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഏതാണെങ്കിലും ശ്രീ PV അൻവർ UDF ബന്ധം വേണ്ട എന്നല്ലല്ലോ പറഞ്ഞത്. ബേപ്പൂരിലാണെങ്കിൽ പോലും മത്സരിക്കാനുള്ള ഉൾക്കരുത്ത് അദ്ദേഹത്തിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം അതിശക്തമായി പോവുക തന്നെ ചെയ്യും. തീർച്ചയായും ഞങ്ങളുടെ സംഘടന ശക്തിപ്പെടുത്താനുള്ള അതാണ് അൻവർ പക്ഷത്തിന്റെ പ്രതീക്ഷ. ഞാൻ അവിടെ നോബിൾ താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ഒന്നുകൂടി വസന്ത് തെങ്ങുംപള്ളിയിലേക്ക് പോവുകയാണ്. വസന്ത്, അൻവർ ദാ കരുത്ത് തെളിയിച്ച് വന്ന് നിൽക്കുകയാണ്, എന്നെ കൂടി അക്കോമഡേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇവിടെ ഇപ്പോൾ 11,077 വോട്ട് എന്ന് പറയുന്നത് വലിയൊരു വോട്ടല്ല, ഞങ്ങൾക്ക് വോട്ട് ചോർച്ച വന്നിട്ടില്ല എന്നതൊക്കെ പറയാണ്. അൻവർ ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിജയത്തിന്റെ ഗതി ഇതായിരിക്കില്ല, കുറച്ചുകൂടി ശക്തമായ വിജയം നിങ്ങളെ സംബന്ധിച്ച് അവകാശപ്പെടാൻ കഴിയുമായിരുന്നു, നിങ്ങൾക്കത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അവിടെ ഇപ്പോൾ VD സതീശൻ എടുത്ത നിലപാടാണോ നിങ്ങളെ സംബന്ധിച്ച് തിരിച്ചടിയായിട്ടുള്ളത്? സതീശനും പിണറായിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ കണ്ട തെരഞ്ഞെടുപ്പാണ്. ഇന്നിപ്പോൾ കൂട്ടായ ഉത്തരവാദിത്തമാണ് വിജയത്തിന്റെ കാതൽ എന്നൊക്കെ സതീശൻ പറയുന്നുണ്ട് എങ്കിൽ പോലും ആ തിളക്കം കുറച്ചത് VD സതീശൻ എടുത്ത നിലപാടാണ് എന്നതാണ് ഇപ്പോൾ
വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്? അല്ല, യാതൊരു തിളക്കക്കുറവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, 1000 പേരെ കൂട്ടി ഞാൻ നിയമസഭയിലേക്ക് പോകുമെന്നായിരുന്നല്ലോ TMCയുടെ അവകാശവാദം. അത് എവിടെ വരെ എത്തിയെന്ന് അവർ മനസ്സിലാക്കട്ടെ. 2, 3 ഇനി UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം പറയാം. ഒരു പൊളിറ്റിക്കൽ ഇമ്മെച്യൂരിറ്റി അതായിരുന്നു അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരു പൊളിറ്റിക്കൽ ചൈൽഡിഷ്നെസ് അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. UDF പ്രവേശനം ആഗ്രഹിക്കുന്ന ആൾ UDF പ്രഖ്യാപിച്ച് 3ാമത്തെ മണിക്കൂറിൽ അദ്ദേഹത്തെ പറ്റി കുറ്റം പറയുന്നു, തള്ളിപ്പറയുന്നു, അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. താൻ പോരിമ കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. അത് മാറ്റി അദ്ദേഹം കുറച്ചുകൂടി മെച്യൂറായി ഡിസിഷൻ എടുത്ത് UDFന്റെ പൊതുമിനിമം പരിപാടി അംഗീകരിക്കാൻ തയ്യാറായി, UDFനൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി കാണിക്കാൻ തയ്യാറായാൽ സ്വാഭാവികമായും അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതിൽ, ഒരു ബഹുജന പാർട്ടി എന്ന നിലയിൽ അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതിൽ UDFന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ശരി, അത് എങ്ങനെ പോകുന്നു എന്നുള്ളത് കണ്ടു തന്നെ ഇരിക്കും. എന്തായാലും TMC പ്രതിനിധി കൂടി ഉള്ളത് കൊണ്ടാണ് അൻവറിന്റെ UDF പ്രവേശന സാധ്യത കൂടി നമ്മൾ തേടിയത്. ശ്രീ നോബൽ മാത്യു, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം അവകാശപ്പെടുന്നത് വലിയ വിജയമാണ്, സർക്കാരിന് വിരുദ്ധ വോട്ടാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട് എന്നവർ അവകാശപ്പെടുന്നു. ആ വോട്ട് 3ആയി വിഭജിച്ച് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി UDF എത്തുന്നു, 2ാമത്തെ ഗുണഭോക്താവായി അൻവർ എത്തുന്നു. അതിൽ 3ാം സ്ഥാനത്തേക്ക് നിങ്ങൾ പിന്തള്ളി പോകുന്നു, നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വികസനമാണ് ഞങ്ങൾ പറയുന്നത് എന്നത് നിങ്ങൾ സൂചിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസനം ഇവിടെ വലിയ രീതിയിലുള്ള ചർച്ചയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ പോലും ഈ സർക്കാർ വിരുദ്ധ വോട്ടിന്റെ ഗുണഭോക്താവാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഞാൻ ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട സമ്പത്ത്, ഞങ്ങൾ ഒരേ സമയത്ത് ഡിബേറ്റ് മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അന്നത്തെ അതിലും ഷാർപ്പ്നെസ് അദ്ദേഹത്തിൻ്റെ ഡിബേറ്റിൽ ഇപ്പോഴും കാണുന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ വസന്ത് ഞങ്ങളൊരു നാട്ടുകാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഭാരതീയ ജനതാ പാർട്ടിക്ക് ആൻറ്റി ഇൻകുംബൻസി വോട്ട് എപ്പോഴും ഉണ്ട്. പിണറായി സർക്കാരിൻ്റെ ആൻറ്റി ഇൻകുംബൻസി വോട്ടുണ്ട്. പറയാം, ആ ആൻറ്റി ഇൻകുംബൻസി വോട്ട് അത് BJPക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജയിക്കും എന്നൊരു സ്ട്രൈക്കിംഗ് റേഞ്ചിലേക്ക് വരണം. BJP ഏതായാലും ജയിക്കില്ല. അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേന് ആ ആൻറ്റി ഇൻകുംബൻസി വോട്ട് നമുക്ക് കിട്ടത്തില്ല. ഒരു സ്ട്രൈക്കിംഗ് റേഞ്ചിലേക്ക് വരാനായിട്ട് നമുക്ക് നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ BJP അല്പം കൂടെ പരിശ്രമിക്കേണ്ടി വരും. പാർട്ടി അതിന് കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരും. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും BJPയും തമ്മിൽ കൂട്ടുകൂടി എന്ന് ബഹുമാനപ്പെട്ട സമ്പത്ത് പറയുകയുണ്ടായി. ഒരിക്കലുമില്ല. ഞങ്ങൾ നയങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും നയങ്ങളുടെ കാര്യത്തിൽ ഒരുപോലെ തന്നെ നിൽക്കുന്നു. ശരീഅത്ത് നിയമത്തിൻ്റെ കാര്യത്തിലൊക്കെ പണ്ട് CPM എടുത്തിരുന്ന നയങ്ങൾ, ചില നയങ്ങളുണ്ട്. 1ഉം കെട്ടും 10ഉം കെട്ടും EMSന്റെ ഓളയും കെട്ടും എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതേ നയം തന്നെയാണ്. ആ നയത്തിൽ നിന്നും CPMന് വ്യതിയാനമുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDPA ആണെങ്കിലും PDP ആണെങ്കിലും അവർ രാഷ്ട്രവിരുദ്ധ ശക്തികളായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ പുതിയ നിയമങ്ങളുണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്നു. വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെ എതിർത്തിരിക്കുന്നു. ഇവിടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്നപ്പോൾ അതിനെ എതിർത്തിരിക്കുന്നു. ഇവിടെ മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കുന്നു. അത് അവരുടെ പ്രത്യേക താല്പര്യങ്ങൾ. എന്തുകൊണ്ട് ഞങ്ങളാരും മുസ്ലിംസിനെതിരല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള മുസ്ലിംസ്, ഞങ്ങളുടെ ന്യൂനപക്ഷ മോർച്ചയുണ്ട്. ആ ന്യൂനപക്ഷ മോർച്ച എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടുത്തെ DYFIക്കാളും വലിയ പ്രസ്ഥാനമാണ്. ആൾബലത്തിൽ നോക്കിയാൽ അതിനകത്തുള്ള മുസ്ലിംസ് നോക്കിയാൽ ഈ DYFIയേക്കാളും കൂടുതൽ ആൾക്കാരുള്ള BJPയുടെ ഒരു പോഷക സംഘടന ആണ് ന്യൂനപക്ഷ മോർച്ച. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങൾ പശ്ബന്ധ മുസ്ലിംസ്, പാവപ്പെട്ട മുസ്ലിംസ്, അവർ ഞങ്ങളോട് അനുകൂലമായിട്ട് പലരുമുണ്ട്. പക്ഷേ ഞങ്ങൾ BJP മുസ്ലിങ്ങൾക്കെതിരാണ്, പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാനിരിക്കുന്നവരാണ് എന്നുള്ള പല പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓവർകം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് പോസിറ്റീവായിട്ടുള്ള, ഫോർവേഡ് ആയിട്ടുള്ള, ഫ്രണ്ട് ഫുട്ടിലുള്ള കളിയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ ഭാരതത്തിൻ്റെ വികസനം, ഇന്ന് ഭാരതം പണ്ട് നരേന്ദ്രമോദി വരുമ്പോൾ 11ാം സ്ഥാനത്തായിരുന്നു സാമ്പത്തിക ശക്തി, ഇപ്പം 4ാം സ്ഥാനത്തേക്കായിരിക്കുന്നു. അതങ്ങനെ വളർന്ന് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാർ എന്നുള്ള ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ ചിന്തിക്കും. അതിനുള്ള ഊർജം നേടുക എന്നതായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ അത് സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടായില്ല. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു
സീറ്റ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഇപ്പോഴാണ് സംജാതമായിരിക്കുന്നത്. നമുക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം നോക്കുകയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ്, വട്ടിയൂർക്കാവിലും കോന്നിയിലും പാലയിലും ഒക്കെ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് നിങ്ങൾ തുടർ ഭരണത്തിന് വഴിയൊരുക്കുന്നത്. അപ്പോൾ ഇവിടെ മറിച്ചാണ് സാഹചര്യം എന്ന് കാണുമ്പോൾ അത് തുടർ ഭരണത്തിനേൽക്കുന്ന തിരിച്ചടി എന്ന നിലയിൽ തന്നെ വേണ്ടേ കാണാൻ? അത് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നതിന്റെ യഥാർത്ഥ തെളിവായി വേണ്ടേ കാണാൻ? അപ്പോൾ തുടർ ഭരണം എന്നത് ആ സ്വപ്നത്തിൽ കുറച്ച് ദൂരം പോകേണ്ടിയിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ നിലമ്പൂർ നൽകുന്നത്? രേണുക, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു എന്നുള്ളത് പരമമായ സത്യമാണല്ലോ. ശ്രീ ആര്യടൻ ഷൗക്കത്ത് അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. അവിടെ ഓരോ സ്ഥാനാർത്ഥികൾക്കും ലഭിച്ച വോട്ട് അതിൻ്റെ കൃത്യമായ കണക്കുകളുമുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഞാനിതിൽ പങ്കെടുത്തിട്ട് ഇത് സ്വരാജ് തിരഞ്ഞെടുക്കപ്പെട്ടില്ല, ഞങ്ങൾ പരാജയപ്പെട്ടു എന്നാലും എന്ന് പറഞ്ഞ് ഞാൻ മറ്റ് കണക്കുകളോ വാദമുഖങ്ങളോ നിരത്തി ഇങ്ങനെ വാദിച്ചു ജയിക്കാനൊന്നുമല്ല ഞാനിരിക്കുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഞാനും നോബിൾ മാത്യു ആയിട്ടോ അല്ലെങ്കിൽ ഞാനും വസന്തുമായിട്ടോ അതല്ലെങ്കിൽ ഞാനും മനോജുമായിട്ടോ ഒരു അത്തരത്തിലുള്ളൊരു തർക്കത്തിൻ്റെതല്ല. ഫാക്റ്റ് അവിടെ ഒരു ഫാക്റ്റായി തന്നെ ഉണ്ട്. പക്ഷേ ആ ഫാക്റ്റിൻ്റെ കാര്യത്തിൽ ഈ വന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വസന്തിന് എന്നോട് ഇക്കാര്യത്തിൽ വിയോജിപ്പ് തോന്നിയാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. വസന്ത് എന്താണെന്നറിയോ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട അവരുടെ മതരാഷ്ട്രവാദത്തെയും ഈ രാഷ്ട്രവിരുദ്ധ താല്പര്യങ്ങളെ സംബന്ധിച്ചും ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് മുഖ്യമന്ത്രി കണ്ട ഫയലാണ്. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ അഫിഡാവിറ്റ് ഫയൽ ചെയ്യുന്നത്. അല്ല എന്ന് വസന്ത് പറയുമോ? അതിൽ നിന്ന് തങ്ങളുടെ നിലപാട് മാറിയെന്ന് ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ മദൂദിസത്തെ തങ്ങൾ തള്ളിപ്പറയുന്നുവെന്നും മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയുന്നുവെന്ന് പരസ്യമായി ഒരിടത്തും അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ രണ്ട് കൈ നീട്ടി ഞാനിപ്പോൾ അവരുടെ വോട്ട് UDF കിട്ടുന്നതിനെ സംബന്ധിച്ചല്ല, വോട്ട് ആർക്കും ചെയ്യാം, ചെയ്യാതെ ഇരിക്കാം, അതൊക്കെ ആവാം, അതൊക്കെ അവരുടെ വ്യക്തിപരമായ പൗരാവകാശത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം പതിറ്റാണ്ടുകളോളം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന, അങ്ങനെ പങ്കെടുക്കുന്നത് ദൈവനിന്ദയാണ് എന്ന് തൻ്റെ അനുയായികളെ പഠിപ്പിച്ചതായിട്ടുള്ള അത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഇൻവെർട്ടഡ് കോമയിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടേതായിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അതിനെ വാസ്തവത്തിൽ അതിനെ തള്ളിക്കളയുകയായിരുന്നു. RSS ഒരു ആളിനെ പ്രായപൂർത്തി വോട്ടവകാശത്തിൽ നമ്മൾ പറയുന്ന ആ ഒരു വോട്ടവകാശം അത് വിനിയോഗിക്കാൻ പാടില്ല എന്നും ഈ നിലപാടിന് കൂടി ഏറ്റ തിരിച്ചടി വേണ്ടേ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ കാണാൻ? അവിടെ നിന്നുകൊണ്ട് കൂടിയല്ലേ ഞാൻ ചോദിച്ചത്, തുടർ ഭരണം എന്നത് ഒരു വലിയ ദൂരമാണോ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്? ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന പ്രചരണത്തിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയാണോ എന്ന് ആശമാരുടെ പ്രശ്നം നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. പെൻഷൻ വിഷയം, പെൻഷൻ മുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന, നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ കുറച്ചുകൂടി ഇടപെടൽ വേണം തുടർ ഭരണത്തിന് എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ ഇത്? രേണുക, ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടണം. ഞങ്ങൾ പഠിക്കുന്നതും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും ഞങ്ങൾ പെരുമാറുന്നതും ഒരു കമ്മ്യൂണിസ്റ്റുകാരി ജലത്തിലെ മത്സ്യത്തെ പോലെ ആയിരിക്കണം. ആ തെളിമയാർന്ന ശുദ്ധജലത്തിൽ മത്സ്യത്തെ പോലെ അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം ആയിരിക്കണം എന്നുള്ളതാണ്. ജനങ്ങളുടെ വികാരങ്ങൾ അറിയണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, അത് ഏറ്റെടുക്കാൻ കഴിയണം, അത് പരിഹരിക്കാൻ കഴിയണം. അധികാരമുണ്ടായിരുന്നാലും അധികാരമില്ലെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളവരാണല്ലോ ഞങ്ങൾ. അധികാരമില്ലാത്തപ്പോൾ പോലും, ദീർഘനാൾ അധികാരമില്ലാതെ നിൽക്കുമ്പോഴും അത്തരത്തിൽ ഈ നാട്ടിൽ മണ്ണിൽ അവകാശം മനുഷ്യർക്ക് അങ്ങനെ നേടിക്കൊടുക്കുന്ന മിച്ചഭൂമി സമരം ഉൾപ്പെടെ, ആരാധനാ സ്വാതന്ത്ര്യം ഉൾപ്പെടെ, മനുഷ്യന് ജോലി ചെയ്താൽ കൂലി ചോദിക്കാനുള്ള അവകാശം ഉൾപ്പെടെ, പോലീസ് സ്റ്റേഷനിലെയും ജയിലറകളിലെയും നടയടി അവസാനിപ്പിക്കുന്ന ഉൾപ്പെടെ, സാമൂഹ്യ ഉച്ചനീചത്വങ്ങളുടെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് കോൺഗ്രസിനകത്തുള്ള ഈ ഇടതുപക്ഷ പുരോഗമനവാദികളടക്കം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ ഈ നാട്ടിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ അവരുടെ മുമ്പിൽ ദാസന്മാരാണ്, ജനങ്ങളാണ് യജമാനന്മാർ. ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങളാണ് യജമാനന്മാർ. നമ്മളെല്ലാവരും അവരുടെ കാരുണ്യത്തിലാണ്. നിർത്തിക്കോട്ടെ രേണുക, നമ്മുടെ എല്ലാം നിഴല് പോലും സൂര്യന്റെ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കണം. ശരി വസന്ത് എന്തോ പറയാൻ ശ്രമിച്ചു, വളരെ പെട്ടെന്ന് സമയം അവസാനിച്ചു, അതുകൊണ്ടാണ്. ഡോക്ടർ സമ്പത്തിന്റെ എന്റെ പ്രായം കൊണ്ട് എന്റെ ഗുരുസ്ഥാനീയനാണ് എന്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ സമ്പത്തിന്റെ ഈ അവസാനത്തെ ബൈറ്റ്
അത് പിണറായി വിജയനെ ഒന്ന് കാണിക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വന്നതെന്നും നമ്മൾ ജനങ്ങൾ താഴെയാണെന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ഈ ഡബിൾ സ്റ്റാൻഡ് സിൻഡ്രോം, CPM-നെ പിടിപെട്ടിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡ് സിൻഡ്രോം, അത് മാറ്റാൻ അവർ തയ്യാറാവണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് അവർ മുമ്പോട്ട് വരട്ടെ എന്ന് ആശംസിക്കുക. ശരി. എന്തായാലും ഒരുപാട് പാഠങ്ങൾ നൽകുന്നതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം. അത് ആരൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നോ അവർക്കായിരിക്കും 2026 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തിളങ്ങാനും വിജയിക്കാനും കഴിയുക. ആ പാഠം ഉൾക്കൊള്ളുന്നോ എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. എന്തായാലും ഈ ഫലത്തിന്റെ വിശകലനങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.